ഇപ്പോൾ എങ്ങനെയാണ് കുട്ടിയുടെ ആരോഗ്യം എങ്ങനെയാണ്? കുട്ടിയുടെ വിശദമായിട്ടുള്ള മെഡിക്കൽ പരിശോധന നടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് സാമ്പിളുകൾ കളക്ട് ചെയ്തിട്ടുണ്ട്. പരിശോധിച്ചതിന് ശേഷം ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ഡോക്ടർ ഇതുവരെ അറിയിച്ചിട്ടുള്ളത്. പിന്നെ മറ്റൊരു തരത്തിലുള്ള സെക്ഷൽ അസാൾട്ടും നടന്നിട്ടില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഈ കുട്ടിയെ കണ്ടെത്തിയത് മണ്ണന്തല പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരാണെന്നാണ് മനസ്സിലാക്കുന്നത്. ആ സ്ഥലത്തേക്ക് പോയത് അത് അവരെ കൂടെ ഉണ്ടോ, എങ്ങനെയാണ്? അവരെ നമ്മുടെ ഒരു ടീമായിട്ട് പല പോലീസുകാരും ഒരുപാട് പേരും ഇതിൻ്റെ പുറകിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സെർച്ചിൻ്റെ ഭാഗമായിട്ടാണ് കുട്ടീനെ കിട്ടിയിട്ടുള്ളത്. എങ്ങനെയാണ് കുട്ടിയെ കണ്ടെത്തിയത് എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം പ്രേക്ഷകരടക്കം എല്ലാവരും രാവിലെ മുതൽ ഇതിൻ്റെ പുറകെ ഉള്ളവരാണ്. ഈ കണ്ടെത്തിയ സ്ഥലം എന്ന് പറയുന്നത് കുറച്ചൊരു പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു സ്ഥലമാണ്. അപ്പോൾ ഒരു പക്ഷേ ഉള്ളിലേക്ക് വീണ് പോയതായിരിക്കും. ഇനി എങ്ങനെയാണെന്നത് നമ്മൾ കണ്ടെത്തേണ്ടുന്ന ഒരു കാര്യമാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും പ്രത്യക്ഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരാൾ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു 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 സ്ട്രക്ചറാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് പിന്നീട് കൂടുതൽ ഡീറ്റെയിലിംഗ് ആയിട്ട് നമ്മൾ വകഞ്ഞു മാറ്റി പരിശോധിച്ചപ്പോഴാണ് കുട്ടിയെ കണ്ടെത്തിയിട്ടുള്ളത്. ഇല്ല, ഇപ്പം അങ്ങനെ അതിനെ സൂചിപ്പിക്കുന്നൊന്നും ഇപ്പോൾ നമ്മൾക്ക് പറയാനുള്ള ഒരു സാഹചര്യമില്ല. എന്നിരുന്നാൽ പോലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുട്ടി അവിടേക്ക് എത്തിയത് എങ്ങനെയാണ്, കുട്ടി സ്വമേധയാ എത്തിയതാണോ അല്ല മറ്റേതെങ്കിലും സാഹചര്യത്തിൽ എത്തിയതാണോ എന്നുള്ളത് നമ്മുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായി നമ്മൾ അന്വേഷിക്കുന്ന ഒരു ഭാഗമാണ്. ഈ കുട്ടിയുടെ സഹോദരങ്ങളടക്കം ഇന്നും അതേ സ്ഥലത്ത് തന്നെയാണ് അന്തിയുറങ്ങുന്നത്. അപ്പോൾ അതിനെന്തെങ്കിലും നടപടി ഉണ്ടാകുമോ? അവരെ മറ്റേതെങ്കിലും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുമോ? എന്താണ് അതിനുള്ള നടപടി? CWCയുമായി ഓൾറെഡി ഈ വിഷയത്തെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ CWC അവരെ മഹിളാ മന്ദിരത്തിൽ താമസിപ്പിക്കുന്നതിനുള്ള നടപടികളെല്ലാം ചെയ്തിട്ടുണ്ട്. വീട്ടുകാർ അതിന് സമ്മതമാണ്? ഈ അച്ഛനും അമ്മയും അതിന് സമ്മതം പറഞ്ഞിട്ടുണ്ടോ? അവരോട് ഈ ഒരു കാര്യം നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. കാരണം ഇങ്ങനെ പൊതുസ്ഥലത്ത് താമസിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിഷയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴവരെ മഹിളാ മന്ദിരത്തിൽ താമസിക്കാനുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യം ഇന്ന് ഇവിടെ അഡ്മിറ്റഡ് ആണ്. ഒരു വലിയ എഫേർട്ടിന് എല്ലാവരോടും കേരളത്തോടൊന്നടങ്കം നന്ദി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം അവർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കുറച്ച് കഴിയുന്ന സമയത്ത് അവർ തിരിച്ച് ഹൈദരാബാദിലേക്കോ ബാംഗ്ലൂരിലേക്കോ പോകുമെന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞത്. അന്വേഷണം തുടരും. തീർച്ചയായിട്ടും അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടെത്തേണ്ടുന്ന കുറച്ച് ഭാഗങ്ങൾ ഇതിലുണ്ട്. അത് തീർച്ചയായും തുടരും. സിറ്റിയിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് പ്രൊയാക്റ്റീവായിട്ടുള്ള ഒരുപാട് സ്റ്റെപ്പുകൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും, സാമൂഹ്യനീതി വകുപ്പും ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റുകളും ഉൾപ്പെടെ എല്ലാ വകുപ്പുകളും നടപടി കൈക്കൊള്ളാറുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ട് തുടർന്ന് നൽകുന്ന മീഡിയയിലൂടെ വരുന്ന കാര്യങ്ങളാണെങ്കിലും ബാക്കി തുറന്നു വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ പോലീസിൻ്റെതായിട്ടുള്ള പ്രൊയാക്റ്റീവായിട്ട് ഇടപെടലുകൾ തീർച്ചയായിട്ടും ഉണ്ട്. ഹരികൃഷ്ണനിലേക്ക് തന്നെയാണ്. ഹരികൃഷ്ണൻ, ഇപ്പോൾ DCP നിതിൻ രാജിന്റെ പ്രതികരണത്തിലടക്കം ഒരു തട്ടിക്കൊണ്ടുപോകൽ സാധ്യത അത്ര വ്യക്തമായി പറയുന്നില്ല. ഒപ്പം ആശ്വാസകരമായ വാർത്ത, ഒരു ലൈംഗിക അതിക്രമമൊന്നും കുട്ടി നേരിട്ടിട്ടുമില്ല. ഇപ്പോൾ ആരോഗ്യനില തൃപ്തികരമായ ആശ്വാസ വാർത്തയുണ്ട്. അപ്പോൾ പോലീസ് വീണ്ടും സ്ട്രെസ് ചെയ്യുന്നത് കിഡ്നാപ്പിംഗ് എന്നൊരു പ്രശ്നത്തിലേക്ക്, അല്ലെങ്കിൽ ആ സങ്കീർണത്തിലേക്ക് കടക്കുന്നില്ല. കിഡ്നാപ്പിംഗ് ഉണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തുന്നില്ലല്ലോ അല്ലേ ഹരിശങ്കർ? ഹരികൃഷ്ണൻ, സുഹൈൽ, അത് തന്നെയാണ് DCP അടക്കം പറയുന്നത്. അതായത് ഇത്തരത്തിലൊരു കാര്യം സ്ഥിരീകരിക്കുന്നില്ല. അതായത് ഇതൊരു കിഡ്നാപ്പിംഗ് ആണ് അല്ലെങ്കിൽ തട്ടിക്കൊണ്ടു പോകലാണ് എന്ന തരത്തിലുള്ള ഒരു തെളിവുകളും അത്തരം കാര്യങ്ങളൊന്നും സ്ഥിരീകരിക്കുന്നില്ല. പക്ഷേ ഈ പ്രതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവർക്ക് സൂചന ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അനൗദ്യോഗിക വിവരം. അത് ഒരാളാണോ രണ്ടുപേരാണോ അല്ലെങ്കിൽ ഒരു സംഘമാണോ, ഈ സഹോദരൻ്റെ മൊഴി അനുസരിച്ച് രണ്ടുപേരാണോ, ഈ അത്തരം കാര്യങ്ങളൊന്നും തന്നെ പറയാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലല്ല. പക്ഷേ ഏതായാലും അതുമായി ബന്ധപ്പെട്ട ഊർജിതമായ ഒരു അന്വേഷണമാണ് നടത്തുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഏറ്റവും ആശ്വാസകരമായ കാര്യം കുട്ടിയുടെ നില തൃപ്തികരമാണ്, ആരോഗ്യ തൃപ്തികരമാണ്. ഈ ലൈംഗിക അതിക്രമം അത്തരം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് അടക്കം പറയുന്നുണ്ട്. ഈ നിർജ്ജലീകരണം മാത്രം, അതായത് ഭക്ഷണം കഴിക്കാത്തതുമായി ബന്ധപ്പെട്ട നിർജ്ജലീകരണം മാത്രമാണ് കുട്ടിക്കിട്ടത്. അതിൻ്റെ ഒരു ക്ഷീണവും തളർച്ചയും ഉണ്ട് എന്ന് പറയുന്നു. അത് മാത്രമല്ല, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കുട്ടിയുടെ തന്നെ സഹോദരങ്ങളെ പ്രാഥമികമായ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ മാത്രമാണ് 2 വയസ്സുകാരിക്കുള്ളത്. ആശ്വാസം.